ഇന്നത്തെ വിചിന്തനം മത്തായിയുടെ സുവിശേഷം 15-ാം അധ്യായം 1 മുതൽ 9 വരെയുള്ള വാക്യങ്ങളെ കുറിച്ചിട്ടാണ് പീറ്റർ അച്ഛൻ നമുക്ക് ഓരോ വാക്യവും എടുത്ത് പറഞ്ഞു തന്നത്. നമ്മളവരെ മത്തായിയുടെ സുവിശേഷത്തില് നമ്മൾ വിലയിരുത്തുമ്പോൾ സുവിശേഷത്തിന് 3 ഭാഗങ്ങൾ കാണാൻ പറ്റും. ഒന്ന്, മത്തായിയുടെ സുവിശേഷത്തിന്റെ ആരംഭ ഭാഗങ്ങളിലൊക്കെയും യേശുവിന്റെ പരസ്യ ജീവിതത്തിന്റെ തുടക്കവും ഒക്കെയുള്ള കാര്യങ്ങളാണ്. രണ്ടാമത്തെ ഭാഗത്ത് യേശുവിന്റെ പഠനങ്ങളും അത്ഭുതങ്ങളും ഒക്കെയുള്ള ഭാഗങ്ങൾ. മൂന്നാമത്തെ ഭാഗം അത് പീഡാസഹനങ്ങളെയും മരണോത്ഥാനങ്ങളെയും ഒക്കെ സൂചിപ്പിക്കുന്നത്. അപ്പൊ ഇതിൻ്റെ അത് 2-ാം ഭാഗത്ത് വരുന്ന വചനഭാഗമാണ് നമ്മൾ വായിച്ചു കേട്ടത്. യേശുവിന്റെ പഠനങ്ങളും ആ പഠനങ്ങളോട് ബന്ധപ്പെട്ട അത്ഭുതങ്ങളുടെയൊക്കെ പശ്ചാത്തലത്തിൽ. മത്തായിയുടെ സുവിശേഷം 15-ാമത്തെ അധ്യായം 1 മുതൽ 9 വരെയുള്ള വാക്യങ്ങളാണ് നമ്മുടെ വിചിന്തന വിഷയം. പക്ഷേ 14-ാമത്തെ അധ്യായം എടുക്കുമ്പോഴാണ് ഇതിന്റെ ഒരു പശ്ചാത്തലം നമുക്ക് മനസ്സിലാക്കുന്നത്. ഗനേസറത്ത് തടാകവുമായിട്ട് ബന്ധപ്പെട്ട് ഈ ഒട്ടേറെ അത്ഭുതങ്ങൾ പ്രവർത്തിക്കുകയാണ്, അടയാളങ്ങൾ പ്രവർത്തിക്കുകയാണ്. ഈ അത്ഭുതങ്ങളും അടയാളങ്ങളും ഒക്കെ പ്രവർത്തിക്കുന്നത് കണ്ടു കഴിഞ്ഞപ്പോൾ ഒട്ടേറെ ജനങ്ങൾ അവരെ അന്വേഷിച്ചു വന്നു. അവരെ അന്വേഷിച്ചു വന്നവരിൽ പല ടൈപ്പ് മനുഷ്യരുണ്ട്. അതിൻ്റെ അകത്ത് ഒരു വിഭാഗത്തെ കൈകാര്യം ചെയ്യുന്നതാണ് ഇന്നത്തെ വചനഭാഗത്തിൽ നമ്മൾ കാണുക. അപ്പൊ യേശുവിന്റെ കീർത്തി കേട്ടിട്ട് അവന്റെ അടുത്തേക്ക് വരുന്നവര് പല സ്വഭാവക്കാരാണ്. വചനം കേൾക്കാനായിട്ട് വരുന്നവരുണ്ട്. ഈ വചനം കേൾക്കാനായിട്ട് വരുന്നവരോട് യേശുവിന്റെ സമീപനം വളരെ ശ്രദ്ധേയമാണ്. അവർക്ക് കൃത്യമായിട്ട് ഈശോ അവരെ കാണുന്നത് ഇടയനില്ലാത്ത ആടുകളെ പോലെ. വചനം കേൾക്കാൻ വരുന്ന മനുഷ്യരെയൊക്കെ ഇടയനില്ലാത്ത മനുഷ്യർ. അപ്പൊ ഇടയ ദൗത്യമെന്റെ അടിത്തറ അല്ലെങ്കിൽ അടിസ്ഥാന ഭാവം എന്ന് പറയുന്നത് വചനത്തിന്റെ പങ്കുവയ്പ്പാണ് എന്ന് സാരം. അപ്പം ആടുകൾക്ക് ആവശ്യത്തിന് വചനം കിട്ടുന്നില്ല എങ്കിൽ അവർ ഇടയനില്ലാത്ത ആടുകളാണ്. ഇന്ന് സത്യത്തിലെ സഭയുടെ ഏറ്റവും വലിയ ദുരന്തവും അത് തന്നെയാണ്. വചനത്തിലല്ല ഇടയന്മാരുടെ ശ്രദ്ധ മുഴുവൻ. മറ്റ് അഡ്മിനിസ്ട്രേഷൻ, ആരാധനാക്രമങ്ങള്, അതുപോലെ തന്നെ പടുത്തുയർത്തലുകള്, സാമൂഹ്യ രാഷ്ട്രീയ ഇടപെടലുകൾ, ഇതിനൊക്കെയാണ് പരിശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ യേശു ഉദ്ദേശിക്കുന്ന ഇടയ ദൗത്യം എന്ന് പറയുന്നത് ഈ വചന ചിന്തകളിലാണ്. നമുക്ക് ഈ നമ്മുടെ ആദിമസഭയുടെ ചരിത്രം പഠിക്കുമ്പോൾ അവിടെ മുഴുവൻ സമയവും ഈ അപ്പസ്തോലന്മാര് വചന ശുശ്രൂഷകളിൽ വ്യാപൃതരാവുക. മറ്റു കാര്യങ്ങളിലൊക്കെ വേണ്ടെന്നല്ല, അതിനൊക്കെ അവര് ചെയ്യേണ്ടവരല്ല. അതിന് ചില ഡീക്കന്മാരെയും മറ്റുള്ളവരെയും ഒക്കെ നിയമിക്കുന്നതാണ്. വചനത്തില് അപ്പസ്തോലന്മാരുടെ നടപടി പുസ്തകത്തിലും പൗലോസിന്റെ ലേഖനങ്ങളിലും ഒക്കെ നമ്മൾ കാണുന്നതാണ്. അപ്പോൾ വചന ശുശ്രൂഷയാണ് ഇടയ ദൗത്യത്തിന്റെ ഏറ്റവും മർമ്മപ്രധാനമായ ഭാഗം എന്ന് വിചാരിച്ചിട്ട് ഈശോ തന്നെയും ഈ വചന ശുശ്രൂഷയ്ക്ക് അതിൻ്റെ അകത്ത് പങ്കുപറ്റാൻ വരുന്നവരെ മറ്റാരെ കൈകാര്യം ചെയ്യുന്നതിനേക്കാൾ വളരെ സ്നേഹത്തോടെ വാത്സല്യത്തോടെ കൈകാര്യം ചെയ്യുന്നുണ്ട്. ബാക്കിയുള്ളവരൊക്കെ ഏത് കാര്യത്തിന് വരുന്നുവോ ആ കാര്യം അവർക്ക് നടത്തി കൊടുക്കുമ്പോൾ വചനം ആഗ്രഹിച്ചു വരുന്നവർക്ക് വചനം മാത്രമല്ല ഭക്ഷണം കൂടി കൊടുക്കുക. ഇപ്പോൾ നമ്മുടെ ഈ വചനത്തിന് തൊട്ടു മുമ്പുള്ള ഭാഗത്ത് 14-ാമത്തെ അധ്യായത്തിൽ നമ്മൾ വായിച്ചു കാണുന്ന കാര്യം അതാണ്. വചനം കേൾക്കാൻ വന്നവര് ഏറെ നേരം വചനം കേട്ട് കഴിഞ്ഞിട്ട് അവർക്ക് പറഞ്ഞുവിടാനായിട്ട് മറ്റ് ശിഷ്യന്മാർ പറയുമ്പോൾ ഈശോ അവർക്ക് അപ്പം വർദ്ധിപ്പിച്ചു കൊടുക്കുക. അപ്പൊ വചനം കേൾക്കാൻ വരുന്നവന് വചനം മാത്രമല്ല മറ്റു സൗകര്യങ്ങൾ കൂടി കൊടുക്കുന്നു എന്നൊരു ചിന്ത ഈ വചന ശുശ്രൂഷയിലായിരിക്കുന്ന നമ്മളെല്ലാവരെയും കുറച്ചുകൂടി തീക്ഷ്ണതയോടെ പ്രചോദിപ്പിക്കേണ്ടതാണ് എന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പോൾ ഈ വചനം കേൾക്കാൻ വന്നവർക്ക് വചനം കൊടുക്കുന്നു, ഒപ്പം ഭക്ഷണം കൊടുക്കുന്നു. വെറുതെ കൂടിയവർക്ക് ഈശോ അടയാളങ്ങൾ കാണിച്ചു കൊടുക്കുന്നു. സൗഖ്യത്തിനായി രോഗവുമായിട്ട് വരുന്നവർക്ക് സൗഖ്യം കൊടുക്കുന്നു. സംശയം കൊണ്ട് വന്നവർക്ക് സംശയ ദൂരീകരണം നൽകുന്നു. അധികാരത്തിന്റെ ധാർഷ്ട്യവുമായി വരുന്നവർക്ക് താക്കീത് നൽകി വിടുന്നു. ചോദ്യവുമായി വന്നവർക്ക് മറുചോദ്യവും മാറ്റമില്ലാത്ത ഉത്തരങ്ങളും നൽകുന്നു. അപ്പൊ ഇങ്ങനെ യേശുവിന്റെ അടുത്ത് വരുന്നവരിൽ പലരും പല രീതിയിലാണ് വരിക.
വരുന്നവർക്കൊക്കെ വരുന്നവന്റെ മനോഗുണം അനുസരിച്ചാണ് ഈശോ പ്രത്യുത്തരിക്കുക. ഇവിടെ ഇന്നത്തെ വചനഭാഗത്തില് ചോദ്യവുമായിട്ട് വരുന്ന മനുഷ്യരെയാണ് നമ്മൾ കാണുക. ചോദ്യവുമായിട്ട് വരുന്നവരെ ഈശോ അഭിമുഖീകരിക്കുന്നത് മറുചോദ്യവും സനാതനമായ ഉത്തരവുമാണ്. മാറ്റമില്ലാത്ത ഉത്തരങ്ങളും കൊടുത്തിട്ടാണ്, നിത്യമായ ഉത്തരങ്ങളും കൊടുത്തിട്ടാണ് അതിനെ അഭിമുഖീകരിക്കുക. അപ്പോൾ ആ ഒരു പശ്ചാത്തലത്തിൽ നമുക്ക് വചനത്തിലേക്ക് കൂടുതൽ വിചിന്തനത്തിലേക്ക് പ്രവേശിക്കാം. 15-ാമത്തെ അധ്യായം 1-ാമത്തെ വാക്യത്തിൽ നമ്മൾ വായിക്കുകയാണ്, അനന്തരം ജെറൂസലേമിൽ നിന്ന് ഫരിസേരും നിയമജ്ഞരും യേശുവിന്റെ അടുത്ത് വന്ന് പറഞ്ഞു. നോക്കിയേ, ഗനേസറത്ത് തടാകത്തിന്റെ അടുത്താണ് യേശു നിൽക്കുന്നത്. അവിടെ ഈശോ ചെയ്ത അത്ഭുതങ്ങളും അടയാളങ്ങളും കണ്ട് ചുറ്റുമുള്ള പ്രദേശങ്ങളിൽ നിന്ന് ഓരോരോ ആവശ്യങ്ങളുമായിട്ട് യേശുവിന്റെ അടുത്തെത്തി. വന്നവർക്കൊക്കെ യേശു എന്താണ് അവർ ആഗ്രഹിച്ചത് അതും അതിനപ്പുറവും കൊടുക്കുന്നുണ്ട്. ഇവർക്കും അതുപോലെ തന്നെ അതിനപ്പുറവും കൊടുക്കുന്നത്. ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, സമീപ പ്രദേശങ്ങളിൽ നിന്നുള്ളവരാണ് ആവശ്യങ്ങളായിട്ട് വന്നത്. പക്ഷെ ഇവർ കുറച്ച് അത്ര സമീപത്തുള്ളവരല്ല. ഗനേസറത്ത് തടാകവും ഈ ജെറൂസലേം എന്ന് പറയുന്ന അല്പം ദൂരമുണ്ട്. അപ്പം ഈ അല്പം അകലെ നിന്നാണ് ചോദ്യവുമായിട്ട് വരിക. ഇത് നമ്മളൊന്ന് ശ്രദ്ധിക്കുന്നത് നല്ലതാണ്. പലപ്പോഴും ഈ ചോദ്യങ്ങൾ ഉന്നയിക്കുന്നവർ ഒരുപാട് കഷ്ടപ്പെടുന്നുണ്ട്. ഇവർ ഒരുപാട് കഷ്ടപ്പെട്ട് യാത്ര ചെയ്തിട്ടാണ് യേശുവിന്റെ അടുത്ത് ചോദ്യം ചോദിക്കാൻ പറ്റും. നമ്മുടെ അടുത്ത് ചോദ്യങ്ങളായിട്ട് വരുന്നവര്, നമ്മളെ വിമർശിക്കുന്നവര്, നമ്മളെ ഒറ്റുകൊടുക്കുന്നവരെ ഒക്കെ ഒട്ടേറെ കഷ്ടപ്പെടുന്നുണ്ട്. നമ്മളെ സ്നേഹിക്കുന്നവരെക്കാൾ, നമുക്ക് സപ്പോർട്ട് ചെയ്യുന്നവരെക്കാൾ നമുക്ക് വേണ്ടി കൂടുതൽ കഷ്ടപ്പെടുന്നത് നമുക്കെതിരെ വരുന്നവരാണ്. അവരാണ് വെൽ പ്ലാൻഡ് ആയിട്ട് കഷ്ടപ്പെടുക. ഈ ആധുനിക സാമൂഹ്യ മാധ്യമങ്ങളിലെ ഒരു ട്രെൻഡാണ് ട്രോള്. ഈ ട്രോൾ ഉണ്ടാക്കുന്നവർ എന്തോരാ കഷ്ടപ്പെടണേ, അവരെന്തുമാത്രം ഇരുന്ന് നരയിക്കുന്നുണ്ട്. അതുപോലെ തന്നെ മറ്റുള്ളവരെ ചീത്ത വിളിക്കാൻ വേണ്ടിയിട്ട് ഉള്ള വീഡിയോസ്, അല്ലെങ്കിൽ മറ്റുള്ളവരെ ഒതുക്കാൻ വേണ്ടിയുള്ള വീഡിയോസ്, അല്ലെങ്കിൽ ഈ മറ്റു മെസ്സേജുകൾ. സത്യത്തില് ഈ സപ്പോർട്ട് ഒരു പോസിറ്റീവായിട്ടുള്ള കാര്യത്തിന് വേണ്ടി അധ്വാനിക്കുന്നതിനേക്കാൾ കൂടുതൽ അധ്വാനം നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് ചെയ്യുന്നുണ്ട് എന്നാണ്. അപ്പൊ ഈ തൊട്ടടുത്തുള്ള പ്രദേശത്തുള്ളവർ യേശുവിനെ അന്വേഷിച്ച് വന്നപ്പോൾ ഇവർ ജെറൂസലേമിൽ നിന്ന് അങ്ങ് അകലയിൽ നിന്ന് വളരെയേറെ കഷ്ടപ്പെട്ടിട്ടാണ് യേശുവിനെ ചോദ്യം ചെയ്യാൻ വരുന്നത്. അപ്പോൾ ഈ ആരോപണങ്ങൾ ഉണ്ടാക്കുന്നവര്, പ്രചരണങ്ങൾ ഉണ്ടാക്കുന്നവര്, നമുക്കെതിരെ കുറ്റം വിധിക്കുന്നവരൊക്കെ ഒട്ടേറെ കഷ്ടപ്പെടുന്നുണ്ട്. അവർ നമുക്ക് വേണ്ടി ഒരുപാട് കഷ്ടപ്പെടുന്നുണ്ട്, നമുക്ക് വേണ്ടി തന്നെയാണ് കഷ്ടപ്പെടുന്നത്. അത് നന്മയ്ക്കാക്കി മാറ്റാൻ നമുക്ക് പറ്റൂല്ല എന്നുള്ളത് നമ്മുടെ പ്രശ്നമാണ്. നമുക്കെതിരെ പാര വയ്ക്കുന്നവർ നമുക്ക് വേണ്ടി നന്മ ചെയ്യുന്നവരെക്കാൾ കൂടുതൽ കഷ്ടപ്പെടുന്നുണ്ട്. ആ കഷ്ടപ്പാടിനെ നന്മയാക്കി മാറ്റാനായിട്ട് നമുക്ക് പറ്റുമോ എന്നുള്ളത്. യേശുവിന്റെ ഒരു ശ്രേഷ്ഠത എന്ന് പറയുന്നത് ഈ പാര വെച്ച് വന്നവരെ നന്മയാക്കി മാറ്റി എന്നുള്ളത്. അതിനുള്ളൊരു ടാക്ടിക്സ്, ഒരു തന്ത്രം ദൈവത്തിൽ നിന്ന്, യേശുവിൽ നിന്ന് പഠിക്കേണ്ടതുണ്ട്. അപ്പം ഒന്നാമത്തെ കാര്യം നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇവർ അത്രയേറെ കഷ്ടപ്പെട്ടിട്ടുണ്ടെന്നും. രണ്ടാമതായിട്ട് ഇവര് ഉന്നയിക്കുന്ന പ്രശ്നം 2-ാമത്തെ വാക്യത്തിൽ വായിക്കുകയാണ്, നിന്റെ ശിഷ്യന്മാർ പൂർവികരുടെ പാരമ്പര്യം ലംഘിക്കുന്നത് എന്തുകൊണ്ട്? സത്യത്തിലെ ചോദ്യം യേശുവിനെതിരെ അല്ല, ഡയറക്റ്റ് യേശുവിനെതിരെയല്ല, ഇൻഡയറക്റ്റ്ലി യേശുവിനെതിരെ. കാരണം അവന്റെ കൂടെയുള്ളവരാണ് നിയമം ലംഘിക്കുന്നത്. പലപ്പോഴും നമ്മളൊക്കെ ക്രൂശിക്കപ്പെടുന്നത് നമ്മുടെ കുഴപ്പം കൊണ്ടൊന്നുമല്ലെന്നേ, നമ്മുടെ കൂടെ നിൽക്കുന്നവരുടെ കുഴപ്പം കൊണ്ട്. ചിലപ്പോൾ ജീവിത പങ്കാളിയുടെ കയ്യിലിരിപ്പ് കൊണ്ടായിരിക്കും, ചിലപ്പോൾ മക്കളുടെ കയ്യിലിരിപ്പ് കൊണ്ടായിരിക്കും, ചിലപ്പോൾ മാതാപിതാക്കന്മാരുടെ കയ്യിലിരിപ്പ് കൊണ്ടായിരിക്കും, ചിലപ്പോൾ നമ്മൾ പ്രതിദാനം ചെയ്യുന്ന കുടുംബത്തിന്റെ പാരമ്പര്യത്തിന്റെ പ്രശ്നം കൊണ്ടായിരിക്കും, നമ്മുടെ പൂർവികരുടെ പ്രശ്നം കൊണ്ടായിരിക്കും, ചിലപ്പോൾ നമ്മുടെ ബന്ധുക്കളുടെ കുഴപ്പം കൊണ്ടായിരിക്കും, ചിലപ്പോൾ നമ്മൾ പ്രതിദാനം ചെയ്യുന്ന രാഷ്ട്രീയ പാർട്ടിയുടെ ആരുടെയെങ്കിലും കുഴപ്പമുണ്ടായിരിക്കും, അല്ലെങ്കിൽ നമ്മുടെ പ്രാർത്ഥനാ ഗ്രൂപ്പിലെ ഏതെങ്കിലും വ്യക്തികളുടെയൊക്കെ കുഴപ്പം കൊണ്ടായിരിക്കും, നമ്മുടെ ഇടവകയുടെ കുഴപ്പം ആരെങ്കിലും ഒക്കെ കുറിച്ച് പേര് ഒരു ഇടവകയെ കുറിച്ച് ഒരു ആരോപണം അവിടുത്തെ ആൾക്കാർ പെശകാണ് എന്ന് പറയുമ്പോൾ ആ ഇടവകയില് പെശകല്ലാത്ത ഒരുത്തനും ഈ പെശകിന്റെ പഴി പേരേണ്ടി വരും. ചിലപ്പോൾ ഒരു രൂപതയിലുള്ളവര് പെശകാണ് എന്ന് പറയുമ്പോൾ ആ രൂപതാംഗങ്ങൾ മുഴുവൻ അതിന്റെ പഴി പേറേണ്ടി വരും. ഒരു നാട്ടിലുള്ളവരാണെന്ന് പറയുമ്പോൾ ആ നാട്ടിലുള്ള ഒരുത്തൻ
ഒരുത്തി തെറ്റ് ചെയ്തു കഴിഞ്ഞാൽ ആ നാട്ടിലുള്ള എല്ലാവരും അതിന്റെ പഴി പേറേണ്ടി വരും. ഒരു പുരോഹിതൻ വഴിതെറ്റിപ്പോയി കഴിഞ്ഞാൽ ആ ചീത്തപ്പേരില് എല്ലാ പുരോഹിതരും പഴി ചേർക്കപ്പെടേണ്ടി വരും. അപ്പൊ ചുരുക്കി പറഞ്ഞാല് നമ്മൾ പലപ്പോഴും ഏറ്റെടുക്കുന്ന ത്യാഗങ്ങള്, ആക്ഷേപങ്ങള്, ആരോപണങ്ങള് എല്ലാം നമ്മുടെ കുഴപ്പം കൊണ്ട് മാത്രമാകണമെന്നില്ല, മറ്റുള്ളവരുടെ കുഴപ്പം കൊണ്ടും, അല്ലെങ്കിൽ നമ്മൾ പ്രതിദാനം ചെയ്യുന്ന, നമ്മളോട് ചേർന്ന് നിൽക്കുന്ന നമ്മുടെ നാടിന്റെ, നമ്മുടെ നാട്ടുകാരുടെ, നമ്മുടെ ഗ്രൂപ്പിന്റെ, നമ്മുടെ കുടുംബത്തിന്റെ, നമ്മുടെ ബാന്ധവങ്ങളുടെ ഒക്കെ പേരില് പഴിചാറപ്പെടേണ്ടി വരും. ഇവിടെ യേശുവിനെ പഴിചാരിയത് ശിഷ്യന്മാരുടെ കയ്യിലിരിപ്പുണ്ട്. പക്ഷേ ആ കയ്യിലിരിപ്പ് വരുമ്പോ ഈശോ അതിനെ, ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ, അതിനെ വേണമെങ്കിൽ ഒഴിവാക്കാമായിരുന്നു, പക്ഷെ അത് ഒഴിവാക്കുന്നില്ല. 3-ാമത്തെ വാക്യത്തിൽ നമ്മൾ കാണുന്നതാണ്, യേശു അവരോട് അവൻ മറുപടി പറയുക. അവൻ മറുപടി പറയാണ്ട് ഒഴിഞ്ഞു മാറാമായിരുന്നു. ഒഴിഞ്ഞു മാറുന്ന തന്ത്രങ്ങള് യേശുവിൻ്റെ അടുത്തുണ്ട്. ചിലപ്പോഴൊക്കെ അവൻ ഒഴിഞ്ഞു മാറിയിട്ടുമുണ്ട്. പക്ഷെ എല്ലായ്പ്പോഴും ഒഴിഞ്ഞു മാറ്റം ഒരു ശരിയായ നടപടിയല്ല. ഒഴിഞ്ഞു മാറേണ്ടിടത്ത് ഒഴിഞ്ഞു മാറാനും ഒഴിഞ്ഞു മാറാൻ പാടില്ലാത്തിടത്ത് ഒഴിഞ്ഞു മാറാതിരിക്കാനുമുള്ള വിവേകം ക്രിസ്തുവിനുണ്ടായി. നമ്മൾ പലപ്പോഴും ഒരു പ്രശ്നം ഉണ്ടാകുമ്പോൾ എപ്പോഴും ഒഴിഞ്ഞു മാറാനായിട്ട് ശ്രമിക്കുകയോ അല്ലെങ്കിൽ സ്ഥിരമായിട്ട് എടുത്തു ചാടുകയോ ഒക്കെ ചെയ്യുന്നവർ. പക്ഷെ യേശു സന്ദർഭങ്ങൾ നോക്കിയിട്ടാണ് കൈകാര്യം ചെയ്യുന്നത്. അപ്പം ഈ മൗനം വിദ്വാന് ഭൂഷണം എന്ന് പറയുന്ന ഒരു പഴമൊഴിയുണ്ട്. പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോൾ നമ്മൾ മിണ്ടാണ്ടിരുന്നാൽ മതി, ഒരു കക്ഷിയുടെയും ഗ്രൂപ്പ് ചേരണ്ട, ഞാൻ നിഷ്പക്ഷവാദിയായിട്ട് നിന്നേക്കാം എന്നൊക്കെ വിചാരിക്കുന്ന പലരുമുണ്ട്. നിഷ്പക്ഷം എന്ന് പറയുന്നൊരു പക്ഷമില്ല, നിഷ്പക്ഷത്തിൽ തന്നെ ഒരു പക്ഷമുണ്ട്. അപ്പം മൗനം വിദ്വാന് ഭൂഷണം എന്നുള്ളത് എല്ലായിടത്തും ആപ്ലിക്കബിൾ അല്ല എന്ന് ഈശോ ഇന്നത്തെ ഈ വചനത്തിലൂടെ നമ്മൾ ഓർമ്മ. ചിലയിടങ്ങളിൽ മൗനം ഭൂഷണമല്ല, പറയേണ്ടതുണ്ട്, അഭിമുഖീകരിക്കേണ്ടതുണ്ട്, മക്കളെ തിരുത്തേണ്ടപ്പോൾ മക്കളെ തിരുത്തണം, മാതാപിതാക്കന്മാരെ തിരുത്തുമ്പോൾ മാതാപിതാക്കന്മാരെ തിരുത്തണം, ജീവിത പങ്കാളിയെ തിരുത്തേണ്ടടുത്ത് ജീവിത പങ്കാളിയെ തിരുത്തണം, തിരുത്തേണ്ടടുത്ത് തിരുത്തേണ്ട സമയത്ത് തിരുത്താനായിട്ടുള്ള വിവേകം നമുക്കുണ്ടാകണം. അത് യേശു എടുത്തിട്ടുണ്ടെന്നുള്ളത്. യേശു അവിടെ മറുചോദ്യം ചോദിക്കുകയാണ്. മറുചോദ്യം എന്താണ്? വളരെ ചങ്കിൽ കൊള്ളുന്നൊരു ചോദ്യമാണ് മറുചോദ്യമായിട്ട് വരിക. നിങ്ങളുടെ പാരമ്പര്യത്തിന്റെ പേരിൽ നിങ്ങൾ ദൈവത്തിന്റെ പ്രമാണം ലംഘിക്കുന്നുണ്ടോ? പാരമ്പര്യവും ദൈവപ്രമാണവും രണ്ട് ഭാഗങ്ങളാണ്. അന്നും ഇന്നും എന്നും എക്കാലത്തും പാരമ്പര്യവും ദൈവത്തിന്റെ വചനവും ചേർന്നു പോകില്ല, ഒരിക്കലും ചേർന്നു പോകില്ല. വലിയ സംഘർഷങ്ങള് എന്നും എക്കാലത്തും സഭയുടെ ചരിത്രത്തിൽ ഉണ്ടായിട്ടുള്ളതും ഇപ്പോഴുണ്ടായിക്കൊണ്ടിരിക്കുന്നതും നാളെ ഉണ്ടാകാൻ പോകുന്നതും ഇതിന്റെ തന്നെ പേരിൽ തന്നെ. അതുകൊണ്ടാണല്ലോ പൗലോസ് ലീഹയുടെ ലേഖനത്തിൽ കൃത്യമായിട്ട് പറയുന്നുണ്ടല്ലോ, പൗലോസ് അല്ലല്ലോ സഭ സ്ഥാപിച്ചു, പൗലോസ് നട്ടു, മറ്റേയാൾ നനച്ചു, വളർത്തിയ ദൈവമാണ്. ഈ വളർത്തിയ ദൈവത്തെ മറന്നിട്ട് ഈ പാരമ്പര്യത്തിന്റെ പുറകെ പോകും. അതാണ് വലിയ പ്രശ്നം. അതായത് ദൈവവചനവും പാരമ്പര്യവും ചേർന്ന് പോകില്ല. ക്രിസ്തുവിന്റെ സഭയാണോ അതോ പത്രോസിന്റെ സഭയാണോ അതോ മാർത്തോമാസ് ലീഗയുടെ സഭയാണോ? ഏത് സഭയാണ് ശരിയായ സഭ? സത്യത്തിൽ ക്രിസ്തുവിന്റെ സഭയല്ലേ. ക്രിസ്തുവിന്റെ സഭയാണെങ്കിൽ അത് പാരമ്പര്യത്തിനപ്പുറത്തേക്ക് ഒറ്റ പാരമ്പര്യമുള്ളൂ. അത് തോമാസ് ലീഗയുടെ പാരമ്പര്യമല്ല, പത്രോസ് ലീഗയുടെ പാരമ്പര്യമല്ല, ക്രിസ്തുവിന്റെ പാരമ്പര്യമായിരിക്കും. അത് വചനത്തോട് ചേർന്ന് പോകുന്ന പാരമ്പര്യമാണ്. ക്രിസ്തുവിന്റെ പാരമ്പര്യം എന്ന് പറയുന്നത്, ക്രിസ്തുവിന്റെ സഭ എന്ന് പറയുന്നത് അത്തരത്തിലാകണം. ഇന്ന് പലപ്പോഴും വലിയ ദുരന്തം ഏതാണെന്ന് ചോദിച്ചാല് യാക്കോബ് ലീഗയുടെ സഭ, തോമാസ് ലീഗയുടെ സഭ, പത്രോസ് ലീഗയുടെ സഭ എന്നിങ്ങനെ നമ്മൾ ഐറ്റം തിരിച്ച് കീറി മുറിച്ച് വിഭാഗീയതയും ഭിന്നതയും ഉണ്ടാക്കി കൊണ്ടുപോവുകയാണ്. പാരമ്പര്യത്തിന് തന്നെയാണ് ഇന്നും എന്നും എക്കാലത്തും വാശിയും വഴക്കുകളും ഒക്കെ. അത് അധികാരത്തിന്റെയും പണത്തിന്റെയും ഒക്കെ സ്വാധീനങ്ങൾ അതിന്റെ പുറകിലുണ്ട്. ക്രിസ്തുവിന്റെ സഭ എന്നാണ്ടാവണേ, വചനാധിഷ്ഠിതമായ സഭ എന്നാണ്ടാവണേ. ഒരു കാര്യവും എത്രത്തോളം
പാരമ്പര്യത്തിന്റെ പുറകെ നമ്മൾ പോകുന്നുണ്ടോ അത്രത്തോളം വചനത്തിൽ നിന്ന് വേറിട്ട് പോകും. അതുകൊണ്ടാണ് 4-ാം നൂറ്റാണ്ടിന് ശേഷമാണ്, 5-ാം നൂറ്റാണ്ടിലാണ് ദൈവശാസ്ത്രവും ആരാധനാക്രമവും ഒക്കെ പരസ്യമായിട്ടുണ്ടായത്. അവിടെ നിന്ന് ദൈവശാസ്ത്രജ്ഞന്മാര് ആലോചിച്ച് ചിന്തിച്ച് അങ്ങനെ ഇഴകീറി ഉണ്ടാക്കി, പ്രാർത്ഥനകളുണ്ടാക്കി, അങ്ങനെ പോയി പാരമ്പര്യത്തെ കൂട്ടുപിടിച്ച് സംസ്കാരത്തെ കൂട്ടുപിടിച്ച് ക്രിസ്തുവിൽ നിന്ന് അകന്നകന്ന് പോയി കഴിഞ്ഞപ്പോൾ ജനം സഭയിൽ നിന്ന് പോകുന്നു എന്ന് തിരിച്ചറിഞ്ഞിട്ടാണ് വത്തിക്കാൻ കൗൺസിൽ ഉണ്ടാകുന്നത്. ആ വത്തിക്കാൻ കൗൺസിലോടുകൂടിയാണ് കുറച്ചുകൂടി വചനാധിഷ്ഠിതമായിട്ട് പോകണം എന്ന നിലപാട് എടുത്തത്. വീണ്ടും നമ്മൾ 2-ാം വത്തിക്കാൻ കൗൺസിലില് ക്രിസ്തുവിലേക്കുള്ള ഒരു തിരിച്ചുപോക്കായിരുന്നു. സഭയിലെ വർഷങ്ങളായിട്ട് അടിഞ്ഞുകൂടിയ അഴുക്കുകളെ, പൊടികളെ കൊട്ടിക്കളയാൻ വേണ്ടി ഞാൻ സഭയുടെ ജനലുകൾ തുറന്നിടുന്നു എന്ന് പറഞ്ഞാണ് 23-ാമൻ യോഹന്നാൻ മാർപ്പാപ്പ 2-ാം വത്തിക്കാൻ കൗൺസിൽ സംഘടിപ്പിച്ചത്. എന്നിട്ട് വീണ്ടും നമ്മള് ഈ കർത്താവിന്റെ വചനത്തിന് എതിരെ വാതിലുകൾ അടച്ചുകൊണ്ടിരിക്കുന്നു. വീണ്ടും കൂടുതൽ താഴുകളിട്ട് പൂട്ടുന്നു എന്നുള്ളതാണ് ദുരന്തത്തിന്റെ കാര്യം. ഏതൊരു കാര്യമാണോ ക്രിസ്തു കർശനമായി താക്കീത് ചെയ്തത്, ആ കർശനമായി താക്കീത് ചെയ്തതിന്റെ പേരിലാണ് ഇന്ന് സഭയിൽ അടി നടക്കുക. പാരമ്പര്യത്തിന്റെ പേരിൽ പാരമ്പര്യം മാറ്റാനാണ് ക്രിസ്തു പറഞ്ഞത്. നമ്മൾ അടി വെക്കുന്നത് പാരമ്പര്യത്തിന് വേണ്ടിയിട്ടാണ്. മെത്രാന്മാരും വൈദികരും അൽമായരും സന്യസ്തരും ഒക്കെ കടന്ന് കൊഴാന്ന് അടിച്ചുകൊണ്ടിരിക്കുക ഒറ്റ കാര്യത്തിന്. ഏത് പാരമ്പര്യത്തിന്? ഏതാ ക്രിസ്തു വേണ്ടെന്ന് പറഞ്ഞേ? പാരമ്പര്യം മാറ്റിയിട്ട് എന്താ വേണ്ടേ? വചനം, കൽപ്പന, ദൈവത്തിന്റെ കൽപ്പനകൾ, സ്നേഹിക്കുക എന്നുള്ള കൽപ്പന, ക്ഷമിക്കുക എന്നുള്ള കൽപ്പന, സത്യത്തിന്റെ കൽപ്പന, നീതിയുടെ കൽപ്പന, ന്യായത്തിന്റെ കൽപ്പന. യൗസേപ്പ് പിതാവിനെ കുറിച്ച് ഒറ്റ കാര്യം പറഞ്ഞു, നീതിമാനായിരുന്നു. എവിടെ നീതി എന്ന് സത്യം? അപ്പൊ നമ്മൾ ആഴത്തില് ഞാൻ പിഴയാളി ചൊല്ലേണ്ട, ഞാനും നിങ്ങളും ഒക്കെ അറിഞ്ഞോ അറിയാതെയോ ഒക്കെ ഈ പാരമ്പര്യവാദത്തിന്റെ പുറകെ എവിടെയൊക്കെയോ അതിന്റെ നീരാളിപ്പിടുത്തങ്ങള് നമ്മുടെ എവിടെയൊക്കെയോ ഒരു ഞരമ്പ് രോഗം പോലെ ബാധിച്ചിട്ടുണ്ട് എന്നുള്ളത് ദയനീയമാണ്. അപ്പൊ ദൈവത്തിന്റെ വചനത്തിന് എന്നും എക്കാലത്തും എവിടെ പാരമ്പര്യവാദം ഉന്നയിക്കുന്നുണ്ടോ അവിടെയൊക്കെ ഈ വചനം നഷ്ടപ്പെടുന്നുണ്ട്. ആ വചനം നഷ്ടപ്പെടുമ്പോഴാണ് ചെറിയൊരു ഉദാഹരണത്തിന് കേരളത്തില് ഈ നമ്മുടെ ഏറ്റവും തമാശ പറഞ്ഞുകൊണ്ടിരുന്ന മരിച്ചുപോയ വലിയ മെത്രാപ്പോലീത്ത, അദ്ദേഹത്തിന്റെ സഭ മാർത്തോമാ സഭയാണ്. ഈ മാർത്തോമാ സഭ യാക്കോബായ സഭയില് ഈ വചനത്തിന് പ്രാധാന്യം കൊടുക്കുന്നില്ല എന്നതുകൊണ്ട് ഉണ്ടാക്കപ്പെട്ട സഭയാണ്. നമ്മൾ ആഴത്തിൽ കുറെ ചരിത്രം പഠിക്കേണ്ടതുണ്ട്. ഇന്നത്തെ കൽദായ സഭ അവരുടെ ആരാധനാക്രമങ്ങളുടെ പഴയ പാരമ്പര്യങ്ങളെല്ലാം ഉപേക്ഷിച്ച് അവരിപ്പോ ഈ വചനാധിഷ്ഠിതമായ രീതിയിലേക്ക് തിരിച്ചു വരിക. ലത്തീൻ സഭ അതുപോലെ തന്നെ വചനാധിഷ്ഠിതമായ സഭയിലേക്ക് തിരിച്ചു വരിക. ഗതികേടിന് സീറോ മലബാർ സഭ നേരെ മറിച്ചു പോയിക്കൊണ്ടിരിക്കുക. എല്ലാവരും വചനാധിഷ്ഠിതമായ ജീവിതത്തിലേക്ക് പോകാൻ ശ്രമിക്കുമ്പോൾ നമ്മൾ പാരമ്പര്യത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കുക. ബാക്കിയുള്ളവരൊക്കെ ഈ പാരമ്പര്യത്തിന്റെ ഉറവയായിട്ട് കണക്കാക്കുന്ന കൽദായ സഭ പാരമ്പര്യവാദത്തെ ഉപേക്ഷിച്ചിട്ട് വചനത്തിലേക്ക് തിരിച്ചു വന്നു. അവരിപ്പോ വചനാധിഷ്ഠിതമായിട്ടാണ് ബലിയർപ്പിക്കുന്നത്, മറ്റു കാര്യങ്ങൾ ചെയ്യുന്നത്. പക്ഷെ നമ്മൾ വചനാധിഷ്ഠിതത മാറ്റി നിർത്തിയിട്ട് പാരമ്പര്യാധിഷ്ഠിതത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കുക. കൽദായ പാരമ്പര്യത്തിലേക്ക് പോകുക. അപ്പൊ കൽദായക്കാരത് ഉപേക്ഷിച്ചു. വളരെ ഗതികെട്ട ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുക. ക്രിസ്തു ഏതൊന്നിനെ മറുത്തു പറഞ്ഞുവോ അതിന് വേണ്ടിയിട്ട് തമ്മിത്തല്ലുന്ന ഒരു ഗതികെട്ട കാലത്തിൽ. ഇനി ഇതിന്റെ വലിയൊരു തമാശ എന്നാന്ന് ശ്രദ്ധിച്ചാലും നല്ലതാണ്. 4-ാം 5-ും വാക്യങ്ങളില് ഈശ്വര ഉദാഹരണം പറയുകയാണ്. ആ ഉദാഹരണം വളരെ രസകരമാണ്. പിതാവിനെയും മാതാവിനെയും ബഹുമാനിക്കുക എന്നുള്ള ദൈവത്തിന്റെ കൽപ്പനയാണ്. പക്ഷേ പിതാവിനെയും മാതാവിനെയും അധിക്ഷേപിക്കുന്നവൻ മരിക്കണമെന്ന് ദൈവം കൽപ്പിച്ചിരിക്കുന്നു. ഇതൊക്കെ ദൈവത്തിന്റെ കൽപ്പനയാണ്. പിതാവിനെയും മാതാവിനെയും ബഹുമാനിക്കുക, അവനെ അധിക്ഷേപിക്കരുത്, ഇതൊക്കെ ദൈവത്തിന്റെ കൽപ്പന. പക്ഷെ നേരെ മറിച്ച് നിങ്ങൾ പറയുന്നു, ആരെങ്കിലും തന്റെ പിതാവിനോടോ മാതാവിനോടോ എന്നിൽ നിന്ന്
നിങ്ങൾക്ക് ലഭിക്കേണ്ടത് വഴിപാടായി തന്നു കഴിഞ്ഞു എന്ന് പറഞ്ഞാൽ പിന്നെ അവരെ നോക്കേണ്ട കാര്യമില്ല. ഒരു ദൈവത്തിന്റെ ക്രിസ്തുവിന്റെ ഒരു വലിയ തമാശ അതിൻ്റെ ഉള്ളിലുണ്ട്. എന്താ തമാശ? പാരമ്പര്യം പറഞ്ഞുകൊണ്ട് പരമ്പരകളെ പാരവയ്ക്കുന്ന ഒരു തമാശ. പാരമ്പര്യത്തിന്റെ പേരിലാണ് വചനത്തിൽ നിന്ന് മാറുക. എന്നിട്ടോ പാരയാർക്കിട്ട? പാരമ്പര്യത്തിനിട്ട. അതായത് മാതാപിതാക്കന്മാരെ ആദരിക്കണം, അവർക്ക് വേണ്ടത് കൊടുക്കണം എന്നുള്ള ദൈവത്തിന്റെ കൽപ്പന പാരമ്പര്യത്തിന്റെ പേരിൽ അവർക്ക് കൊടുക്കേണ്ടത് വഴിപാടായിട്ട് കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ പ്രശ്നം തീർന്നു. എന്നും എക്കാലത്തും ഈ പ്രശ്നമുണ്ട്. എപ്പോഴും നമ്മുടെ ചില ന്യായീകരണങ്ങളുടെ പേരിൽ ജീവിത പങ്കാളി ശരിയല്ല, അനുസരണയില്ല, വൃത്തിയും മെനയില്ല, അതുകൊണ്ട് അവൻ അല്ലെങ്കിൽ അവള് ചോദിക്കണമെല്ലാം ചെയ്യേണ്ട കാര്യമില്ല, അല്ലെങ്കിൽ കൂടെ താമസിക്കാൻ പറ്റില്ല, അല്ലെങ്കിൽ മുറി മാറിക്കിടക്കണം, അപ്പനും അമ്മയും ശരിയല്ല, അപ്പനെ സമയം അപ്പന് സ്നേഹമില്ല, അല്ലെങ്കിൽ അമ്മ ഏത് സമയം കുറ്റം പറഞ്ഞുകൊണ്ടിരിക്കുക, അവരുടെ കൂട്ടത്തിലൊന്നും അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റില്ല, വൃത്തിമനയില്ല. ഏതെങ്കിലുമൊക്കെ ന്യായീകരണങ്ങൾ പറഞ്ഞ് പലതിൽ നിന്നും ദൈവത്തിന്റെ കൽപ്പനയിൽ നിന്ന് രക്ഷപ്പെടാനുള്ള വഴികൾ ഇന്നും എന്നും അന്വേഷിച്ചുകൊണ്ടിരിപ്പുണ്ട്. അപ്പൊ ഇതൊന്നും ശ്രദ്ധിക്കുന്നത് നല്ലതാണ്. ഈ പാരമ്പര്യത്തിന്റെ പേരില്, ന്യായീകരണത്തിന്റെ പേരില് അടിസ്ഥാനപരമായ പരമ്പരകളെ, യഥാർത്ഥ പാരമ്പര്യത്തെ നശിപ്പിക്കുന്നു എന്നുള്ളതാണ്. ഇപ്പൊ ഈ വചനത്തില് ഈശോ വളരെ കൃത്യമായിട്ട് അത് പറയുന്നത്. പാരമ്പര്യത്തിന്റെ പേരിലാണ് മാതാപിതാക്കന്മാരെ അനുസരിക്കാതെ പോകുന്നത്. അപ്പൊ ആർക്കാ പാര കിട്ടുന്നത്? പാരമ്പര്യത്തിനാണ് പാര കിട്ടുന്നത്, പരമ്പരയ്ക്കാണ് പാര കിട്ടുന്നത്. അപ്പൊ ഞാൻ ഏതൊന്നിനെ അഭിമുഖീകരിക്കുന്നുവോ അത് തിരിച്ചു വരുന്ന ഒരു ശൈലിയുണ്ട്. അത് ഒരു സനാതനമായ ഒരു സത്യമാണ്. ഇനി 6-ാമത്തെ വാക്യത്തിൽ നോക്കി, 6-ാമത്തെ വാക്യത്തിൽ പറയുകയാണ്, ഇങ്ങനെ നിങ്ങളുടെ പാരമ്പര്യത്തിനു വേണ്ടി ദൈവവചനത്തെ നിങ്ങൾ നിരർത്ഥകമാക്കി. നിങ്ങളുടെ പാരമ്പര്യത്തിനു വേണ്ടി ദൈവവചനത്തെ നിങ്ങൾ നിരർത്ഥകമാക്കി. നമ്മുടെ ന്യായീകരണത്തിന്റെ പേരില്, നമ്മുടെ വകുപ്പിന്റെ പേരില്, ന്യായത്തിന്റെ പേരില്, അധികാരത്തിന്റെ പേരില് പലതിനെയും ഇതിന്റെയൊക്കെ പേരിൽ നഷ്ടപ്പെടുന്നത് എന്താ? ദൈവത്തിന്റെ വചനമാണ്, ദൈവത്തിന്റെ കൽപ്പനയാണ്. ഏതൊരു മാർപ്പാപ്പയുടെ കൽപ്പന ആയിക്കോട്ടെ, അല്ലെങ്കിൽ മെത്രാന്റെ കൽപ്പന ആയിക്കോട്ടെ, വികാരിയത്തിന്റെ കൽപ്പന ആയിക്കോട്ടെ, കുടുംബനാഥന്റെ കൽപ്പന ആയിക്കോട്ടെ, കുടുംബനാഥയുടെ കൽപ്പന ആയിക്കോട്ടെ, ഈ നമ്മുടെ സ്ഥാപനാധികാരിയുടെ കൽപ്പന ആയിക്കോട്ടെ, ഏതൊരു കൽപ്പനയും ദൈവത്തിന്റെ കൽപ്പനയ്ക്കെതിരാകുന്നുണ്ട്. ഏതൊരു ശൈലിയും ദൈവത്തിന്റെ ശൈലിക്ക് എതിരാകുന്നുണ്ട്, ദൈവത്തിന്റെ കൽപ്പനയ്ക്ക് എതിരാകുന്നുണ്ട്. ഏതൊരു ന്യായീകരണവും ദൈവത്തിന്റെ കൽപ്പനയ്ക്ക് എതിരാകുന്നു. ദൈവത്തിന്റെ കൽപ്പന, ദൈവത്തിന്റെ വചനം, അതിനപ്പുറത്തേക്ക് ഒന്നും വരരുത് എന്ന് ക്രിസ്തുവിന് വളരെ നിഷ്കർഷയുണ്ട്. അതുകൊണ്ടാണ് ഈ നമ്മുടെ വിശുദ്ധ ഗ്രന്ഥത്തിൽ പറയുന്നത്, ഈ വചനത്തിന് അപ്പുറമുള്ളത് ആരെങ്കിലും സ്വർഗത്തിൽ നിന്ന് ദൂതൻ പോലുമോ വന്നിറങ്ങി പറഞ്ഞാലും അത് അംഗീകരിക്കരുത് എന്ന് അത്ര കാർക്കശ്യത്തോടു കൂടി വചനത്തെ മാറ്റമില്ലാതായിട്ട് നമ്മുടെ മുമ്പിൽ വചനം അവതരിപ്പിക്കും. അപ്പോൾ നമ്മൾ വചനത്തോടെടുക്കുന്ന ആഭിമുഖ്യം, നമുക്ക് ഈ വചന ശുശ്രൂഷയിലായിരിക്കുന്ന നമ്മൾക്ക് ഈ കാലഘട്ടത്തില് മറ്റെന്തിനേയും കാൾ, ആചാരത്തെക്കാൾ, അനുഷ്ഠാനത്തെക്കാൾ, അധികാരത്തെക്കാൾ, കൽപ്പനകളെക്കാൾ, നിയമത്തെക്കാൾ, മര്യാദയേക്കാൾ ഒക്കെ അപ്പുറത്തേക്ക് ദൈവവചനത്തിന്, ദൈവത്തിന്റെ കൽപ്പനയ്ക്ക് പരമപ്രാധാന്യം കൊടുക്കാനായിട്ടുള്ള ഉത്തരവാദിത്വം ഉണ്ടെന്ന്, എല്ലാവർക്കും ഉണ്ടെന്ന് ക്രിസ്തു പറയുന്നുണ്ട്. അത് വചന ശുശ്രൂഷയിലായിരിക്കുന്നവർക്ക് പ്രത്യേകമായിട്ടുണ്ട് എന്ന് ഓർമ്മപ്പെടുത്താനായിട്ട് ഞാൻ ആഗ്രഹിക്കുക. അപ്പം ഈ വചനത്തെ നിരർത്ഥകമാക്കിയിരിക്കുകയാണ് നമ്മൾ പാരമ്പര്യത്തിന്. ഇനി 7-ാമത്തെ വാക്യത്തിലേക്ക് വരുമ്പോൾ വളരെ കർക്കശ്യമായ തെറി ഈശോ വിളിക്കുക. എന്താ? കപടനാട്യക്കാരെ. ഭോഷ എന്ന് പോലും വിളിക്കരുതെന്ന് പറഞ്ഞ ക്രിസ്തുവാണ് ഇത്രയും കടുപ്പത്തിൽ വിളിക്കണം. ഭോഷ എന്ന് വിളിക്കുന്നതിനേക്കാൾ കുറച്ചുകൂടി ഗൗരവമാണല്ലോ
കപടനാട്യക്കാരെ എന്ന് വിളിക്കുക അല്ലെ. അപ്പൊ അത് അത്രയും വലിയ ഒരു അഭിസംബോധന ഈശോ പറയുക. മത്തായിയുടെ സുവിശേഷം ഈ കപടതയ്ക്ക് വലിയ പ്രാധാന്യം കൊടുക്കുന്ന ഏതാണ്ട് 10-20ഓളം പ്രാവശ്യത്തിൽ കൂടുതൽ ഈ കപടതയെ കുറിച്ച് ഈശോ പ്രതികരിക്കുന്നതായിട്ട് മത്തായിയുടെ സുവിശേഷത്തിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഏറ്റവും കൂടുതൽ മത്തായിയുടെ സുവിശേഷത്തിലാണ് അത് ഈ കപടതയ്ക്കെതിരെ പ്രതികരിച്ചിട്ടുള്ളത്. അപ്പൊ ഈ കപടതയെ വല്ലാണ്ട് താക്കീത് ചെയ്യുന്നുണ്ട് ക്രിസ്തു. ഒരു അർത്ഥത്തിൽ ക്രിസ്തു ഏറ്റവും കൂടുതൽ വെറുത്ത ഒരു സ്വഭാവമാണ് കപടത. എന്താണ് കപടത എന്ന് 8ാമത്തെ വാക്യത്തിൽ വ്യക്തമാക്കുന്നുണ്ട്. ഈ ജനം അധരം കൊണ്ട് എന്നെ ബഹുമാനിക്കുന്നു, എന്നാൽ അവരുടെ ഹൃദയം എന്നിൽ നിന്ന് അകലെയാണ്. അപ്പൊ ഹൃദയത്തിൽ നിന്ന് അധരത്തിലേക്കുള്ള ദൂരമാണ് കപടത നിശ്ചയിക്കേണ്ട മാനദണ്ഡം. നിന്റെ ഹൃദയത്തിൽ നിന്ന്, നിന്റെ ഉള്ളിൽ നിന്ന്, നിന്റെ പുറത്ത്, അകവും പുറവും, ചുരുക്കി പറഞ്ഞാല്, എളുപ്പത്തിൽ പറഞ്ഞാല് അകവും പുറവും തമ്മിലുള്ള അകലമാണ് കപടതയുടെ ആഴം. എൻ്റെ ഉള്ളില് ഒരു കാര്യം വെച്ചുകൊണ്ടിരിക്കുകയും എൻ്റെ വേഷവിധാനങ്ങളിലും, ഇപ്പൊ ഒരു ചെറിയ ഉദാഹരണത്തിന്, ഞാൻ ഈ പുറമേ കാണിക്കുന്ന പുരോഹിതനായിട്ട്, പക്ഷെ എൻ്റെ ഉള്ളില് പൗരോഹിത്യം ഇല്ലെങ്കിലോ, ഞാനൊരു ഭാര്യയായിട്ടാണ് പുറമേ കാണിക്കുന്നത്, പക്ഷെ ഞാൻ അകത്ത് ഭാര്യ അല്ലെങ്കിലോ, ഞാൻ ഭർത്താവായിട്ടാണ് ജീവിക്കുക, പക്ഷെ അകത്ത് ഭർത്താവില്ലെങ്കിലോ, ഞാനൊരു അപ്പനായിട്ടാണ് ജീവിക്കുക, പക്ഷെ കാണിച്ചു കൊടുക്കാനത് ശ്രമിക്കുന്നത്, അഭിനയിക്കുന്നത്, അകത്ത് അപ്പനില്ലെങ്കിലോ, ഞാൻ സൗന്ദര്യമുള്ള ആളായിട്ടാണ് ജനത്തിനു മുമ്പിൽ അവതരിപ്പിക്കുന്നത്, പക്ഷെ അകത്ത് സൗന്ദര്യമില്ലെങ്കിലോ. അതുകൊണ്ടാണ് വിവാഹം കഴിക്കാനായിട്ട് അണിഞ്ഞൊരുങ്ങി ഈ മേക്കപ്പിന്റെ അടുത്ത് മണിക്കൂറുകൾ പോയി ഇരുന്നിട്ട് വന്ന മണവാട്ടി പെണ്ണോട് ഒരു വൃത്തികെട്ട വായന നമ്മൾ ഉന്നയിക്കണം. ശ്രദ്ധിച്ചിട്ടുണ്ടോ നിങ്ങള്? അലങ്കാരമെല്ലാം ആന്തരികമാകുന്നു. അപ്പൊ ഇത് നമ്മുടെ ജീവിതത്തില് കപടതയെ കുറിച്ച് ധ്യാനിക്കേണ്ടതാണ് എന്ന് സാരം. എൻ്റെ അകത്തുള്ള നിലപാടെന്താണ്, എൻ്റെ പുറത്തുള്ള നിലപാടെന്താണ്, ഞാൻ കാട്ടിക്കൂട്ടുന്നത് എന്താണ്, എൻ്റെ അകവും പുറവും തമ്മിലുള്ള, ഞാൻ പുറമേ കാണിക്കുന്നതും അകത്ത് ഞാൻ ഉള്ള എൻ്റെ നിലപാടും, ഇത് തമ്മിലുള്ള അകലമാണ് കപടത എന്ന് വരുന്നത്. ഇനി അങ്ങനെ വന്നാൽ ഏറ്റവും അവസാനത്തെ വാക്യം 9ാമത്തെ വാക്യത്തില് ആരാധനയെ കുറിച്ച് പറയുകയാണ്. അവർ മാനുഷിക നിയമങ്ങൾ പ്രമാണങ്ങളായി പഠിപ്പിച്ചുകൊണ്ട് വ്യർത്ഥമായി എന്നെ ആരാധിക്കും. മാനുഷിക നിയമങ്ങൾ പ്രമാണങ്ങളായി പഠിപ്പിച്ചുകൊണ്ട് വ്യർത്ഥമായി എന്നെ ആരാധിക്കും. ചുരുക്കത്തില് ഇന്നത്തെ ആരാധന തർക്കങ്ങളൊക്കെയും നമ്മൾ ഈ പശ്ചാത്തലത്തിൽ കാണേണ്ടതാണ്. വചനത്തില് ചില ആരാധന രീതികളെ കുറിച്ച് പറയുന്നുണ്ട്. തെറ്റായ ആരാധന, വ്യർത്ഥമായ ആരാധന, അസത്യത്തിലുള്ള ആരാധന, സത്യത്തിലുള്ള ആരാധന, വിഗ്രഹാരാധന. അങ്ങനെ 5 തരം ആരാധനയെ കുറിച്ച് വചനം നമ്മളെ ഓർമ്മപ്പെടുത്തുന്നുണ്ട്. അത് ഏതൊക്കെയാണെന്ന് വെറുതെ ഒന്ന് ഓടിച്ചിട്ട് പോവാം. തെറ്റായ ആരാധന എന്ന് വെച്ചാൽ ഏതാ? തെറ്റായ ആരാധന എന്ന് വെച്ചാല് ദൈവഹിതത്തിന് എതിരായിട്ട്, ദൈവം ചില കാര്യങ്ങളെ കാണിച്ചു തന്നിട്ടുണ്ട്, അതിനെതിരായിട്ട് ചെയ്യുന്നതിനെയാണ്, അല്ലെങ്കിൽ അത് ആ ഘടകങ്ങൾ അല്ലെങ്കിൽ ദൈവഹിതത്തിന് ചേരാത്ത ആരാധനയാണ് തെറ്റായ ആരാധന. വ്യർത്ഥമായ ആരാധന എന്ന് വെച്ചാൽ എന്താ? കപടതയോടുകൂടിയുള്ള ആരാധനയാണ്. ഞാൻ അകത്ത് വേറൊരാളും പുറത്ത് വേറൊരു ആളുമാണ്, നാട്യത്തിന്റെ ആളാണ് ഞാനെങ്കിൽ എൻ്റെ ആരാധന വ്യർത്ഥമായ ആരാധന. ഒരർത്ഥവുമില്ല ആ കാര്യം, ഒരർത്ഥവുമില്ല. സത്യത്തില് ഇന്ന് ഈ വ്യർത്ഥമായ ആരാധനയാണ് മാനുഷിക നിയമങ്ങൾ എന്ന് വെച്ചാൽ ആരാ? സഭയുടെ നിയമങ്ങള്, രാഷ്ട്രത്തിന്റെ നിയമങ്ങള്, ഇടവകയുടെ നിയമങ്ങള്, പള്ളിയുടെ നിയമങ്ങള്, വീടിന്റെ നിയമങ്ങൾ, ഇതൊക്കെ മാനുഷിക നിയമങ്ങളാണ്. ഈ മാനുഷിക നിയമങ്ങള് പ്രമാണങ്ങളായി പഠിപ്പിച്ചിട്ട് ക്രിസ്തുവിന്റെ വചനങ്ങളെ ലംഘിക്കുന്നുണ്ടെങ്കിൽ അത് വ്യർത്ഥമായ ആരാധന. സത്യത്തിൽ ഇന്ന് പല കുർബാനകളും വ്യർത്ഥമായ കുർബാനകളാണ് എന്ന് പറയേണ്ടി വരും. പല ആരാധനകളും
വ്യർത്ഥമായ ആരാധനയാണെന്ന് പറയേണ്ടി വരും. പല ശുശ്രൂഷകളും വ്യർത്ഥമായ ശുശ്രൂഷയാണ് എന്ന് പറയേണ്ടി വരും. ഇനി എന്താണ് അസത്യത്തിലുള്ള ആരാധന? അസത്യത്തിലുള്ള ആരാധന എന്ന് പറയുന്നത് സ്ഥലത്തിൽ കേന്ദ്രീകൃതമായ, വസ്തുവിൽ കേന്ദ്രീകൃതമായ ആരാധനയാണ് അസത്യത്തിലുള്ള ആരാധന. അതായത് ഈ മലയിലോ ആ മലയിലോ ആണ് ആരാധിക്കേണ്ടത് എന്ന് വന്നാൽ അത് അസത്യത്തിലുള്ള ആരാധന. ഈ പ്രാർത്ഥനാലയത്തിൽ വന്ന് പ്രാർത്ഥിക്കണം, ഈ ധ്യാന കേന്ദ്രത്തിൽ വന്ന് പ്രാർത്ഥിക്കണം, ഈ തീർത്ഥാടന കേന്ദ്രത്തിൽ വന്ന് ആരാധിക്കണം, ഈ ഫൊറോന പള്ളിയിൽ വന്ന് ആരാധിക്കണം, മാർപ്പാപ്പ ചെല്ലുന്ന കുർബാനയിൽ പങ്കെടുക്കണം, മെത്രാൻ ചെല്ലുന്ന കുർബാനയിൽ പങ്കെടുക്കണം, ഫൊറോന വികാരി ചെല്ലുന്ന കുർബാനയിൽ പങ്കെടുക്കണം, വികാരി എന്ന ആള് ചെയ്യുന്ന കുർബാന അതാണ് കൂടുതൽ അർത്ഥവത്ത്, അല്ലെങ്കിൽ അതാണ് കൂടുതൽ അനുഗ്രഹപ്രദം. ഇപ്പോഴത്തെ നമ്മുടെ കരിസ്മറ്റിക്കിന്റെ ഭാഷയിൽ പറഞ്ഞാൽ അഭിഷേകമുള്ള കുർബാന. ഏതാ അഭിഷേകമുള്ള കുർബാന? എല്ലാത്തിലും അഭിഷേകമില്ലേ? ദൈവമാണ് അഭിഷേകം കൊടുക്കണമെങ്കിൽ അഭിഷേകം എല്ലായിടത്തും ഒന്ന് തന്നെയല്ലേ? ചിന്തിക്കേണ്ടതാ. അപ്പൊ ഇത് അസത്യത്തിലുള്ള ആരാധനയാണ്. ഈ ഒരു ചിന്ത, ഈ വ്യക്തിയാണ്, ഈ സ്ഥലമാണ്, ഈ വസ്തുവാണ്. അപ്പോൾ വ്യക്തിയിലോ വസ്തുവിലോ സ്ഥലത്തിലോ പ്രാധാന്യം കൊടുത്തുള്ള ആരാധനകളെല്ലാം അസത്യത്തിലുള്ള ആരാധന. എന്താണ് സത്യത്തിലുള്ള ആരാധന? സ്ഥലമോ കാലമോ ദേശമോ സംസ്കാരമോ പ്രശ്നമല്ല. ഞാൻ ഏതൊരു സ്ഥലത്ത് എങ്ങനെ ആയിരുന്നാലും ദൈവ ആരാധനയില്, ദൈവ വിചാരത്തില് ജീവിക്കാൻ പറ്റുമെങ്കിൽ അത് സത്യത്തിലുള്ള ആരാധന. മനസ്സിലാവുന്നുണ്ടാവോ? വിശുദ്ധ കുർബാന എഴുന്നള്ളിച്ചു വെച്ചാൽ മാത്രമേ എനിക്ക് ആരാധിക്കാൻ പറ്റുള്ളൂ എങ്കിൽ അത് അസത്യത്തിലുള്ള ആരാധന. വിശുദ്ധ കുർബാന എഴുന്നള്ളിച്ചു വെക്കാതെയും എനിക്ക് ആരാധിക്കാൻ പറ്റുമെങ്കിൽ, ദൈവത്തെ എനിക്ക് ആരാധിക്കാൻ പറ്റുമെങ്കിൽ, പള്ളിയിൽ പോകാതെ ദൈവത്തെ എനിക്ക് ആരാധിക്കാൻ പറ്റുമെങ്കിൽ, എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ട തീർത്ഥാടന കേന്ദ്രത്തിൽ പോകാതെ തന്നെ എനിക്ക് എൻ്റെ മുറിയിലിരുന്ന് ആരാധിക്കാൻ പറ്റുമെങ്കിൽ അത് സത്യത്തിലുള്ള ആരാധന. ഒന്നും ഞാൻ പറഞ്ഞതല്ല, ബൈബിള് പറയണം. ഇനി എന്താണ് വിഗ്രഹാരാധന? ദൈവത്തെക്കാൾ ഉപരി എൻ്റെ ജീവിതത്തിൽ ഏതൊന്നുണ്ടോ അതെല്ലാം വിഗ്രഹമാണ്. ദൈവത്തെക്കാൾ ഉപരി എൻ്റെ ജീവിതത്തിൽ ബന്ധങ്ങളുണ്ടെങ്കിൽ, വ്യക്തികൾ, വസ്തുക്കളുണ്ടെങ്കിൽ, സ്വത്തുണ്ടെങ്കിൽ, ചില ശൈലികളുണ്ടെങ്കിൽ അതെല്ലാം വിഗ്രഹമാണ്. അപ്പൊ അതാണ് വിഗ്രഹാരാധന. ക്ലിയർ ആയാവോ? തെറ്റായ ആരാധന എന്ന് പറഞ്ഞാൽ ദൈവഹിതത്തിന് യോജിക്കാത്ത ആരാധന. വ്യർത്ഥമായ ആരാധന എന്ന് വെച്ചാൽ കപടതയോടുള്ള കൂടിയുള്ള, പ്രകടനപരതയോടു കൂടിയുള്ള, മാനുഷിക നിയമങ്ങൾക്ക് പ്രാധാന്യം കൊടുത്തുള്ള ആരാധന. അസത്യത്തിലുള്ള ആരാധന എന്ന് വെച്ചാൽ വസ്തുവിനെയോ വ്യക്തിയെയോ സ്ഥലങ്ങളെയോ സമയങ്ങളെയോ കേന്ദ്രീകരിച്ചുള്ള ആരാധന. സത്യത്തിലുള്ള ആരാധന എന്ന് വെച്ചാൽ ഇതൊന്നും ഇല്ലാതെ, അതായത് സ്ഥലമോ വ്യക്തിയോ ഇടമോ ഒന്നും നോക്കാതെ എപ്പോഴും ഏത് സമയവും ദൈവ ചിന്തയിലായിരിക്കുന്ന അവസ്ഥ. വിഗ്രഹാരാധന എന്ന് വെച്ചാൽ ദൈവത്തെക്കാൾ ഉപരി എൻ്റെ ജീവിതത്തിൽ ഏതെങ്കിലും പ്രാധാന്യം കൊടുത്തിട്ടുണ്ടെങ്കിൽ അതാണ് വിഗ്രഹാരാധന. പ്രിയമുള്ളവരെ, ഒരു നിമിഷം നമുക്ക് പ്രാർത്ഥിക്കാം. എൻ്റെ ആരാധന വ്യർത്ഥമായ ആരാധനയാകാതിരിക്കട്ടെ. എൻ്റെ ക്രൈസ്തവ ജീവിതം വ്യർത്ഥമായ ക്രൈസ്തവ ജീവിതമാകാതിരിക്കട്ടെ. എൻ്റെ ശുശ്രൂഷ തെറ്റായ ശുശ്രൂഷയാകരുത്, വ്യർത്ഥമായ ശുശ്രൂഷയാകരുത്, അസത്യത്തിലുള്ള ശുശ്രൂഷയാകരുത്, വിഗ്രഹത്തിന്റെ ശുശ്രൂഷയാകരുത്. ഒരു നിമിഷം നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവായ കർത്താവേ, ഞങ്ങളുടെ ചില താല്പര്യങ്ങള്, ചില പിടിവാശികള്, ചില സ്വാർത്ഥതകള്, ഇതൊക്കെയും ഞങ്ങളെ അങ്ങയുമായി ബന്ധിപ്പിക്കുന്നതിൽ തടസ്സമാകുന്നു എന്ന് മനസ്സിലാക്കും. അധികാരം, നിയമം, പാരമ്പര്യം, ശൈലികള്, ഇങ്ങനെ ഒരുപാട് കാര്യങ്ങള് ഞങ്ങളെ നിന്നിൽ നിന്ന് അകറ്റുന്നു എന്ന് ഞങ്ങൾ മനസ്സിലാക്കുന്നു. നിന്റെ കൽപ്പനകളിൽ നിന്ന് അകറ്റുന്നു എന്ന് മനസ്സിലാക്കുന്നു. നിന്റെ വചനത്തിൽ നിന്ന് അകറ്റുന്നു എന്ന് മനസ്സിലാക്കുന്നു. നല്ല ദൈവമേ, നിന്റെ വചനത്തെ മുറുകെ പിടിച്ചുകൊണ്ട്, നിന്റെ കൽപ്പനകളെ മാത്രം മുറുകെ പിടിച്ചുകൊണ്ട്, മറ്റെല്ലാത്തിലും ഉപരിയായി നിന്റെ വചനത്തെ, നിന്റെ കൽപ്പനകളെ മുറുകെ പിടിച്ചുകൊണ്ട് സത്യത്തിലും നീതിയിലും നിന്നെ ആരാധിക്കാൻ, യഥാർത്ഥമായ ആരാധന നിനക്കർപ്പിക്കാൻ
ഞങ്ങളെ ഓരോരുത്തരെയും നീ അനുഗ്രഹിക്കണമേ. നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സഹവാസവും നാം എല്ലാവരോടും കൂടി ഉണ്ടായിരിക്കും, എപ്പോഴും എപ്പോഴും എന്നേക്കും.